വരയാടുംമുടി മച്ചിപ്ലാവിന് തെക്ക് വശത്താണ്. അവിടെയാണ് ഞങ്ങൾ ഇത്തവണ നായാട്ടിന് തിരഞ്ഞെടുത്തത്. ഇതിനു മുൻപാകട്ടെ അവിടെയോട്ട് പോയിട്ടുമില്ല. പരിചയക്കാരും കൂടെ ഇല്ലതാനും. മന്നാൻ മണപ്പാടൻ മുത്തൻ്റെ കുടി ഇവിടെ അടുത്താണ്. അവിടെ ചെന്നൊരു വഴികാട്ടിയെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ മന്നാൻകുടിയിലെത്തി. മുത്തൻ അവിടെയുണ്ട്. എനിക്ക് അയാളെ മുൻ പരിചയവുമുണ്ട്. അയാൾ ആ സമയത്ത് തൊടുപുഴയ്ക്കടുത്തുള്ളൊരു മന്നാൻകുടിയിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു കല്യാണ ആലോചനയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് മുത്തനെ ഞങ്ങളുടെ കൂടെ വരുവാനായിട്ട് നിവർത്തിയില്ല. ഇത്തരം സാഹചര്യത്തിൽ അയാളോട് കൂടെ വരണമെന്ന് നിർബന്ധിക്കുന്നതും ശരിയല്ല. മുത്തൻ പറഞ്ഞു, മുതലാളിയുടെ കൂടെ വരുവാനായിട്ട് പറ്റിയവരായിട്ട് മറ്റാരും ഇല്ലിവിടെ. എനിക്കാണെങ്കിൽ പോകാതിരിക്കുവാനും വയ്യ. മറ്റൊരു ദിവസമായിരുന്നുവെങ്കിൽ ഞാനും കൂടെ വന്നേനെ. പിന്നെ വേണമെങ്കിൽ ഒരു കൊച്ചനെ കൂടെ വിടാം. പക്ഷെ അവനെ ഇന്ന് തന്നെ തിരിച്ചയച്ചേക്കണം. ഇവിടെയും വേറെ ആളില്ല. അവനാണെങ്കിൽ അങ്ങനെ കാട്ടിൽ കയറി അത്ര പരിചയവുമില്ല. എന്താണ് വേണ്ടത്? ഞാൻ മുത്തനോട് പറഞ്ഞു, ഈ മുടി കയറുവാനുള്ള വഴി എനിക്ക് നിശ്ചയമില്ല. മുകളിൽ എത്തിയാൽ കൊച്ചനെ ഉടൻ തന്നെ തിരിച്ചയച്ചേക്കാം. മുത്തൻ ഉടൻ തന്നെ കൊച്ചനെ വിളിച്ചു. മുടി മുകളിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. മുതലാളി പോവുകയാണോ അതോ താമസമുണ്ടോ എന്ന് മുത്തൻ ചോദിച്ചു. ഉണ്ട്, താമസമുണ്ട്. ഞങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല. ഇവിടെ അരി വെച്ചുണ്ടാക്കി കഴിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആവട്ടെ, എല്ലാം കൊച്ചൻ ഏർപ്പാട് ചെയ്യും. അങ്ങനെ പറഞ്ഞ് മുത്തൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പുരയുടെ ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ടൊരു എണ്ണ വിളക്ക് വെച്ച് പൂക്കൾ വിതറിയിട്ടിരിക്കുന്നു. മുത്തൻ ഷർട്ട് ധരിച്ചിട്ടുണ്ട്. നേരിതുകൊണ്ട് നല്ല പൂക്കെട്ടും കെട്ടിയിട്ടുണ്ട്. അതാണ് പ്രാർത്ഥനാ വേഷം. മുത്തൻ പ്രാർത്ഥന തുടങ്ങി. ഭഗവാനെ, ഭഗവതി, ഞാൻ വളരെ ദൂരത്തിൽ പോവുകയാണ്. 2 or 3 ഇരവ് കഴിഞ്ഞേ വരികയുള്ളൂ. ഇവിടെയുള്ള ആടുമാട് കന്നുകാലികളെ കടുവ പിടിക്കാതെയും ആന വന്ന് നെല്ല് നശിപ്പിക്കാതെയും എൻ്റെ കൊച്ചുമക്കളെ പേടിപ്പിക്കാതെയും നീ നോക്കിക്കൊള്ളണം. കൊച്ചുമക്കൾക്കും വലിയ മക്കൾക്കും ദീനമൊന്നും വരാതെയും നീ നോക്കണം. മഴയും ആവശ്യം പോലെ പെയ്യിപ്പിക്കണം. നെല്ല് പതിരാവാതെ കാലാകാലത്ത് നീ പെയ്യിപ്പിച്ചു കൊള്ളണം. ഇങ്ങനെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും മറ്റും ഞങ്ങൾ നടത്തില്ല. ഇത് കട്ടായം, സത്യം. ഇതോടെ പ്രാർത്ഥന കഴിഞ്ഞു. ആരോടും മുരിയാടാതെ ഗൗരവം വിടാതെ മൂപ്പൻ യാത്രയാവുകയും ചെയ്തു. ആദിവാസിക്കുടിയിൽ പ്രാർത്ഥിക്കുന്നത് വാക്കയാണ്. മണപ്പാടൻ മൂപ്പൻ വാക്കയും കാണിക്കാരനുമാണ്. മുൻസിഫ് മജിസ്ട്രേറ്റ് പോലെ പുരോഹിതന്റെ ജോലിയാണ് വാക്കയ്ക്ക്. പുരോഹിതൻ, മെത്രാൻ, പാത്രിയാർക്കീസ് എല്ലാം അയാൾ തന്നെയാണ്. എല്ലാ അധികാരവും അയാൾക്ക് തന്നെ. കാണിക്കാരന്റെ അധികാരം ലൗകികമാണ്. ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ള ആനപിടുത്തം, മലഞ്ചരക്ക് ശേഖരിക്കൽ ഇവയെല്ലാം കാണിക്കാരന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടതാണ്. അവർ നമ്മെപ്പോലെ ദൈവത്തോട് കീഴ്പ്പെട്ട് യാചിക്കുന്നില്ല. അവരും അവരുടെ ദൈവങ്ങളും സമനിലയിലാണ്. നമ്മളോ ദൈവത്തിന് അത്യുന്നതമായിട്ടുള്ള സ്ഥാനം നൽകിയിരിക്കുന്നു. ദൈവത്തെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ആ വാക്യത്തിന്റെ അർത്ഥം ഈ മലങ്കുടികളാണ് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അവർ ബുദ്ധി കുറഞ്ഞ മണ്ടന്മാരാണെന്നാണ് നാട്ടുകാരുടെ ധാരണ. പക്ഷേ പരമാർത്ഥം നേരെ മറിച്ചല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഊണ് കഴിച്ചു പുറപ്പെട്ടു. മന്നാൻ കൊച്ചൻ മുടിമുകൾ വരെ വഴി കാണിച്ചു. താമസത്തിനുള്ള അളയും കാണിച്ചു തന്നു. എന്നിട്ട് തിരിച്ചുപോയി. ഞങ്ങൾ അവിടമൊക്കെ പരിശോധിച്ചു. ദിവസവും പോത്തു വരുന്നൊരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ഒരു ഒളിയും കിട്ടി. ചുമട്ടുകാരിൽ ഒരുത്തിനെയും കൂട്ടി ഞാൻ ഒളിയിലിരുന്നു. മറ്റുള്ളവർ അളയിൽ താമസിച്ചു. 8 മണിയോടുകൂടി ഒരു ഒറ്റയാൻ പോത്ത് വരുന്നത് കണ്ടു. 3 വട്ടം ഞാൻ നിറയൊഴിച്ചു. പിന്നെ അതിനെ കാണാതായി. വെടിയേറ്റ പോത്ത് വെടിത്തറയിൽ മറിഞ്ഞില്ലെങ്കിൽ അത് കാണാതാകും വരെ വീണ്ടും വെടിവെക്കും. അതാണ് പതിവ്. ഒറ്റ വെടിക്ക് പോത്ത് മറിഞ്ഞാലും നല്ല സ്ഥാനം നോക്കിയിട്ട് ഒരു വെടി കൂടി വെച്ചിട്ട് സാധാരണ നിർത്തൂ. ഒരു തോട്ടയ്ക്ക് പിശുക്ക് കാണിച്ചാൽ ഉരുവിനെ കിട്ടിയില്ലെന്ന് വരും. അങ്ങനെ പലർക്കും അമളി പറ്റിയിട്ടുമുണ്ട്. അങ്ങനെ നേരം വെളുത്തു. അടയാളം നോക്കി പിന്തുടർന്നു. അടയാളം കണ്ടാൽ വെടിയേറ്റ സ്ഥാനവും മരിക്കുവാൻ വേണ്ട സമയവും നിശ്ചയിക്കാം. 1/2 ഫർലോങ് ദൂരെയായിട്ട് അത് ചത്തുകിടപ്പുണ്ടായിരുന്നു. മറ്റൊരിക്കൽ വലിയ ചേട്ടനും മകൻ പൗലോസും ഞാനും മകൻ മാത്തുകുഞ്ഞും ഇങ്ങനെ 4 തോക്കുകാരും പൈലി ഉൾപ്പെടെ ഏതാനും ചുമട്ടുകാരും കൂടിയാണ് മാമലക്കണ്ടത്തിലേക്ക് പോയത്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള പട്ടിമുട്ടി പറമ്പിലും മുട്ടുകാനം പറമ്പിലുമൊക്കെ നോക്കി. അവിടെയെങ്ങും പോത്തുവരവുള്ളതിൻ്റെ ലക്ഷണം കണ്ടില്ല. നേരം ഉച്ചയായി. ഊണ് കഴിക്കണം. മുട്ടുകാനം പറമ്പിൽ നിന്നും വടക്കോട്ടുള്ള താഴ്വരയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു തോട് കണ്ടു. അരി വയ്ക്കുവാൻ സൗകര്യമുള്ള സ്ഥലം നോക്കി തോട്ടിൽ കൂടി നടക്കുകയാണ്. അപ്പോഴതാ 2 മുതുവാത്തികൾ ഞങ്ങളെ കണ്ട് ഓടുകയാണ്. ഓടാതെ ഇങ്ങു വാ എന്ന് ഞങ്ങൾ വിളിച്ചു. അവരന്നേരം ഓട്ടം നിർത്തി. ഒരു 70 വയസ്സുകാരി കിഴവിയും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അവരാകട്ടെ ഇരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റതല്ലാതെ ഓടിയില്ല. ചെറുപ്പക്കാരികൾ ഓട്ടം നിർത്തിയെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുമില്ല. കിഴവി ചെറുപ്പക്കാരികളെ കൈയാട്ടി വിളിച്ചു. അവർ പേടിച്ചും നാണിച്ചും അടുത്തടുത്തേക്ക് വന്നു. എന്താ, ഞങ്ങളും മനുഷ്യരല്ലേ? നിങ്ങൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയത് എന്തിനാണ്? നാട്ടുകാരെ കാണുമ്പോൾ പിള്ളേർക്കൊരു ശങ്കയുണ്ട്. അത് തീർന്നാൽ പിള്ളേരടുത്ത് വരുമെന്ന് കിഴവി മറുപടിയും പറഞ്ഞു. അപ്പോഴേക്കും അവർ അടുത്ത് വന്നു കഴിഞ്ഞു. വർത്തമാനവും തുടങ്ങി. ഇത് അവരുടെ പതിവാണ്. ചേട്ടനും എനിക്കും ഇത് അറിയുകയും ചെയ്യാം. അവർ ആ തോട്ടിൽ കൂവയരയ്ക്കുവാനായിട്ട് വന്നതായിരുന്നു.
കുടിയും അവിടെ അടുത്ത് തന്നെയാണ്. ചെറുപ്പക്കാരികളുടെ പുറത്ത് ഓരോ ഭാണ്ഡമുണ്ട്, അതിൽ ഓരോ കുട്ടിയുമുണ്ട്. എവിടെ പോയാലും കുട്ടിയെ ഇങ്ങനെ പുറത്തുള്ള ഭാണ്ഡത്തിലിട്ടിട്ടുണ്ടായിരിക്കും. അതാണ് അവരുടെ പതിവ്. കൈ രണ്ടും സ്വതന്ത്രമായിരിക്കുമല്ലോ. വനത്തിലൂടെയല്ലേ സഞ്ചാരം. ആപത്ത് കണ്ടാൽ ഓടുവാനും മരത്തിൽ കയറുവാനും ഇത് സൗകര്യമാണ്. കിഴവിയെ വിളിച്ച് കുറച്ച് മുറുക്കാൻ ഞങ്ങൾ കൊടുത്തു. കിഴവിക്കും ചെറുപ്പക്കാരികൾക്ക് സന്തോഷമായി. അവർ മൂവരും മുറുക്കി. ഇവർക്ക് മുറുക്കുവാൻ കൊടുത്താൽ വലിയ കാര്യമാണ്. ഒന്ന് മുറുക്കുവാൻ കൊടുത്താൽ വലിയ സന്തോഷമാകും. പിന്നെ അവരെ കൊണ്ട് എന്ത് കാര്യവും നേടാം. ഞങ്ങൾ അരി വയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. അതേ സമയത്ത് പൈലി കുറെ അകലെയായിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇത് കണ്ട് ചെറുപ്പക്കാരികൾക്ക് ഒരു ജിജ്ഞാസ. ആ ആളെന്താ മുതലാളി അകലെ പോയിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ആ ആള് ഒരു വലിയ സന്യാസിയാണ്. പെണ്ണുങ്ങളെ കാണുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. ഒരു തമാശ ഉണ്ടാക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. പൈലി മുഖം മടിച്ചിട്ടും മുടി വെട്ടിച്ചിട്ടും കുറെ ആയിരുന്നു. മുടിയും താടി മീശയും ഒരുവിധം നീണ്ടിട്ടുമുണ്ടായിരുന്നു. കണ്ടാൽ ഒരു സന്യാസിയാണെന്ന് തോന്നുകയും ചെയ്യും. സന്യാസി എന്ന് പറഞ്ഞാൽ എന്താ മുതലാളി? നമ്മളെപ്പോലെ മനുഷ്യനല്ലേ? മനുഷ്യനാണ്. എങ്കിലും അയാൾക്ക് പെണ്ണുങ്ങളെ മഹാവെറുപ്പാണ്. നാട് വിട്ട് കാട്ടിലേക്ക് പോന്നിട്ട് ഏറെ നാളായി. ഞങ്ങളുടെ വേലക്കാരനായിരുന്നു. ഇന്ന് യാദൃശികമായിട്ട് കാട്ടിൽ വെച്ച് കണ്ടു. ഞങ്ങളുടെ കൂടെ പോരുവാനായിട്ട് പറഞ്ഞപ്പോൾ കൂടെ പോന്നതാണ്. ഇയാൾ കാട്ടിൽ കൂടി നടക്കുമ്പോൾ എന്തെങ്കിലും തിന്നണ്ടേ മുതലാളി? തിന്നും, കണ്ണിൽ കണ്ട കായും കിഴങ്ങുമൊക്കെ. അപ്പോൾ ഞങ്ങൾ അരിയില്ലാത്ത കാലത്ത് കഴിയും പോലെയല്ലേ? അതെ. നിങ്ങൾ അരിയുള്ള കാലത്ത് ചോറ് തിന്നുമല്ലോ? തിന്നും. എന്നാൽ ഇയാൾ ചോറും തിന്നില്ല. ഞങ്ങളുടെ കൂടെ പോന്നതുകൊണ്ട് ഇപ്പോൾ ചോറ് തിന്നുന്നു, അത്രമാത്രം. കിഴവി ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പൈലിയുടെ മുഖത്തു നിന്നും മുതുവാത്തികൾ കണ്ണ് പറിക്കുന്നുമില്ല. അവർക്കും അത്ഭുതമാണ്. മുതലാളി, ഇയാൾക്ക് പെണ്ണുണ്ടായിരുന്നു? എന്താണ് മുത്തി പറയുന്നത്? പെണ്ണുങ്ങളെ കാണാതിരിക്കുവാനാണ് ഇയാൾ കാട്ടിലേക്ക് വന്നത് തന്നെ. എൻ്റെ മുതലാളി, ഇങ്ങനെയുള്ള മനുഷ്യരുമുണ്ടോ? ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുനിയറയെന്ന്? കേൾക്കുക മാത്രമല്ല, ഒരുപാട് കണ്ടിട്ടുമുണ്ട്. അത് ഇങ്ങനത്തെ ആളുകൾ ഇരിക്കുന്ന അറകളാണ്. കാട്ടുതേൻ കിട്ടുവാൻ സാധിക്കാതെ വരുമ്പോൾ അറയിൽ കയറിയിരുന്ന് മരിക്കും. അതാണ് ഇക്കൂട്ടരുടെ ഒരു രീതി. അപ്പോഴേക്കും മരി വെന്തു. ചോറ് വിളമ്പി. സന്യാസി ചോറുമായിട്ട് കുറെ കൂടി അകലെ പോയിട്ടിരുന്നു. എന്നിട്ട് വലിയ ഗൗരവഭാവത്തിൽ ഊണ് തുടങ്ങി. ഞാൻ പറഞ്ഞു, കണ്ടോ, നമ്മൾ പറഞ്ഞതൊന്നും സന്യാസിക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചോറുമായിട്ട് അകലെ പോയത്. എന്നാൽ ഇനിയൊന്നും പറയണ്ട എന്നായി അവർ. സന്യാസി വഴക്ക് പറഞ്ഞേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഞാൻ സമാധാനിപ്പിച്ചു. സന്യാസി വഴക്ക് പറയില്ല, മിണ്ടുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. എന്നാൽ ഞങ്ങളൊന്നും മിണ്ടി നോക്കട്ടെ എന്നായി അവർ. അയ്യോ വേണ്ട, സന്യാസി ഓടിക്കളയുമെന്നായി ഞാൻ. ഭഗവതി, ഇങ്ങനെയും മനുഷ്യരുണ്ടോ? അവർ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ ഊണ് കഴിഞ്ഞു. മുതുവാത്തികളോട് യാത്രയും പറഞ്ഞ് മാമലക്കണ്ടത്തിലെ ഊരിയിലേക്ക് തിരിച്ചു. കാഴ്ചയിൽ നിന്നും മറയും വരെ അവർ പൈലിയെ വിടർന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരുന്നു. അത്തവണ പൗലോസാണ് പോത്തിനെ വെടിവെച്ചത്. മാത്തുകുഞ്ഞ് പോത്തിനെ ആദ്യമായിട്ട് വെടിവെച്ചതും അന്ന് തന്നെയാണ്. ഇത്തവണ പാൽക്കുളമേട്ടിലേക്കാണ് നായാട്ടിന് തിരിച്ചത്. ഞങ്ങൾ 5 തോക്കുധാരികളും 7 ചുമട്ടുകാരുമുണ്ട്. നേരിയ മംഗലത്തിന് തൊട്ട് കിഴക്കുള്ള മണിയനും പതിരനും മുടിയുടെ പടിഞ്ഞാറ് വശത്തു നിന്നും കയറി തെക്കേ മുടിയുടെ നിരപ്പിലെത്തി. ആ ഭാഗത്തിന് തണ്ണീരില്ലാ പൊട്ട എന്നാണ് പേര്. ആ മുടിനിരപ്പിൽ കൂടി കിഴക്കോട്ട് തിരിച്ചു. നേരം പോയപ്പോഴേക്കും ഏണിയടി മുടിയിൽ ചെന്നെത്തി. അവിടെ ഒരു കല്ലിൻ്റെ അടിയിൽ അന്ന് കഴിച്ചുകൂട്ടി. ഒരു വലിയ കല്ല് മുടിമേൽ ചാരിയിരിക്കുകയാണ്. കല്ലിൻ്റെയും മുടിയുടെയും വിടവിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും വിഷമം കൂടാതെ കിടക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. പടിഞ്ഞാറ് വശത്തു നിന്നും ഒരു വാതിലേ ഉള്ളൂ. അതിലൂടെ വേണം കയറുവാനായിട്ട്. അവിടെ തീയും കൂട്ടിയിട്ട് കിടന്നാൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. തീ കണ്ടാൽ കാട്ടുമൃഗങ്ങൾ അടിക്കില്ല. അവിടെ 3 രാത്രി താമസിച്ചു. പരിസരമെല്ലാം നോക്കി. ഒന്നും കിട്ടിയില്ല. 4-ാം ദിവസം ഒരു കൂട്ടം പോത്തിൻ്റെ കാലടി പാടുകൾ കണ്ടെത്തി. ഞങ്ങൾ ചോട്ടാല തിരിച്ചു. ആ പോത്തുകൾ കിഴക്ക് സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി പൊക്കമുള്ള ഒരു പർവ്വതമായിട്ടുള്ള മീൻമുട്ടിയുടെ നിരപ്പിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി. ആ മുടിയിൽ മുൻപ് പോയിട്ടില്ല. ഞങ്ങൾ മുടി മുകളിൽ കൂടി തെക്കേ അരികിൽ കൂടി പടിഞ്ഞാറോട്ടാണ് ചെന്നത്. പോത്തുകൾ നിരപ്പിൽ നിന്നുകൊണ്ട് തിന്നുകയായിരുന്നു. ഞങ്ങൾ ആ പോത്തിനെ കണ്ടില്ല. എന്നാൽ ഞങ്ങളെ കണ്ടിട്ടാണോ അതോ ഞങ്ങളുടെ മണം കിട്ടിയിട്ടാണോ എന്നറിയില്ല. അവ ചാലിലേക്ക് ഓടിക്കളഞ്ഞു. ഭൂമി കുലുക്കം പോലെയുള്ളൊരു ശബ്ദമാണ് കേട്ടത്. കിഴക്ക് ഭാഗത്തു നിന്നും പൊടിപടലം പൊങ്ങുന്നു. പോത്തിൻ കൂട്ടത്തിന്റെ ഓട്ടത്തിന്റെ ഫലമായിട്ടായിരുന്നു ഈ പാറ പൊടിപടലം പൊങ്ങലും കോലാഹലവുമെല്ലാം. ഞങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും അവ വൻ കാടിനുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു മുടിമുകളിൽ വന്നു. നിരപ്പായിട്ടുള്ള കുറേ സ്ഥലമുണ്ട്. ഉദ്ദേശം 2 ഏക്കർ വരും. നിറയെ വൃക്ഷങ്ങളും പുല്ലും കാട് പിടിച്ച് കിടക്കുന്നു. അതിന്റെ നടുവിലായിട്ടൊരു കുളവുമുണ്ട്. അതിൽ നിന്നും വടക്കോട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അതൊരു വൃശ്ചിക മാസമായിരുന്നു. പിന്നീട് എൻ്റെ ജ്യേഷ്ഠൻ മാത്യുവും കറുകപ്പള്ളി ചാണ്ടി മത്തായും കൂട്ടുകാരും കൂടി അവിടെ പോയിട്ടുണ്ട്. അന്ന് ആ കുളത്തിൽ വെള്ളമുണ്ടായിരുന്നില്ല. കുംഭമാസത്തിലായിരുന്നു അവരുടെ യാത്ര. ഈ പർവ്വത ശൃംഗത്തിന്റെ വടക്കേ അടിവാരത്തു കൂടിയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ഞങ്ങൾ മുടി നിരപ്പിൽ നിന്നും ഇറങ്ങി
മുടി നിരപ്പിലുള്ള മൃഗങ്ങൾക്ക് ഒരു വഴിക്കേ പോകുവാനായിട്ട് കഴിയൂ. പിന്നീടാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. സ്ഥലപരിചയമുള്ളവർ ഞങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അവ മുടിമുകളിൽ നിന്നും ഇറങ്ങി വരുന്നതും നോക്കി താഴെ നിന്നാൽ മതിയായിരുന്നു. വെടിക്ക് നല്ല സൗകര്യവുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. പഴയ കല്ലിൻ്റെ അടിയിൽ തന്നെ കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം 2 ഊരാളികളെ കാണുവാനിടയായി. അവരോട് ചോദിച്ചപ്പോൾ അവിടെ നിന്നും 2 മൈൽ അകലെ മൂക്കന്നാംപാറയുടെ പരിസരങ്ങളിൽ പോത്ത് ധാരാളം ഉണ്ട് എന്ന് മനസ്സിലായി. മുത്തനെയും കൂട്ടി ഞങ്ങൾ മൂക്കന്നാംപാറയ്ക്ക് തിരിച്ചു. ചുമട്ടുകാരി ഒരാൾ ഒരു മുടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മുടിയുടെ പേരെന്താണെന്ന് ഊരാളിയോട് ചോദിച്ചു. മുത്തൻ പറഞ്ഞു, അത് വലശിക്കാൻ. അക്കാണുന്നതോ അത് പാൽക്കുളം മേട്. ഇക്കാണുന്നതോ അത് മീൻമുട്ടി. മറ്റേതോ അത് ഏലമല. ഓ, അങ്ങ് അക്കാണുന്നതോ അത് കട്ടവാമുക്കൻ. ഇങ്ങനെ തുടർന്ന് ചൂണ്ടിക്കാണിച്ചത് തന്നെ വീണ്ടും ചൂണ്ടിക്കാണിച്ച് ചോദിക്കുവാൻ തുടങ്ങി. അപ്പോൾ മുത്തന് വലിയ ദേഷ്യമായി. അത് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ ചോദിക്കുന്നത് എന്തിനാണ്? അങ്ങനെയായി മുത്തൻ. മറന്നുപോയി മുത്ത എന്ന് മറുപടി. ഓ, നിന്റെ ഒരു മറവി. ഇനി നീ എന്നോട് മിണ്ടിക്കൂടാ. നീ ചോദിച്ചാൽ ഞാനൊന്നും പറയത്തുമില്ല, മുത്തൻ ഉറപ്പിച്ചു പറഞ്ഞു. മുത്തന്റെ പറച്ചിൽ കേൾക്കുവാനുള്ള രസം കൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ചു ചോദിച്ചത്. മുത്തൻ ഇടഞ്ഞതുകൊണ്ട് അവൻ ചോദ്യവും നിർത്തി. ഒടുവിൽ മൂക്കന്നാംപാറയിലെത്തി ഞങ്ങൾ. അവിടെ ഒരിടത്ത് കുറെ പൂക്കൾ കൂടിക്കിടക്കുന്നുണ്ട്. മുത്തനോട് അന്വേഷിച്ചപ്പോൾ അത് അവരുടെ ദേവന്റെ മൂക്കാണെന്ന് പറഞ്ഞു. അവരുടെ ഒരു ആരാധനാ സ്ഥലമാണ് അവിടം. മൂക്കിന്റെ ദ്വാരം പോലെ 2 ദ്വാരം പാറ തുളഞ്ഞു പോയിരിക്കുകയാണ്. കുറെ ചൊല്ലുമ്പോൾ ദ്വാരങ്ങൾ യോജിച്ച് ഒന്നായിട്ട് മേലോട്ട് പോയിട്ട് പാറ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏതാണ്ട് 20 അടി വരും ഈ ദ്വാരങ്ങൾക്ക് തമ്മിൽ. 2ആയിട്ട് തുടങ്ങി 1ആയിട്ട് അവസാനിക്കുന്നു. മുകൾ നിരപ്പിൽ നിന്നും ഒരു 1.5 കോൽ അടിയിലൂടെയാണ് ദ്വാരത്തിന്റെ നിർമ്മാണം. ഞങ്ങൾ ഈ മൂക്കിൽ കൂടി ഒരു കോലിട്ട് നോക്കുവാനായിട്ട് തുനിഞ്ഞു. മുത്തൻ തടഞ്ഞു. കോലിട്ട് പോയാൽ അപ്പോൾ ഇടിയും വെട്ടി മഴ പെയ്യുമത്രേ. നമ്മുടെ മൂക്കിൽ നൂലോ ഈർക്കിലിയോ മറ്റോ ഇട്ടാൽ നാം തുമ്മാറില്ലേ? അതുപോലെ ദേവൻ തുമ്മുമെന്നായിരിക്കും ഇവരുടെ വിശ്വാസം. ദേവൻ തുമ്മുമ്പോഴാണ് ഇടിയും വെട്ടി മഴ പെയ്യുന്നത്. മുത്തനെ മുഷിപ്പിക്കരുതല്ലോ, പോരെങ്കിൽ അവരുടെ ആരാധനാ സ്ഥലവുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കോലിട്ട് നോക്കിയില്ല. മുത്തന്മാരെ മുറുക്കാനും മറ്റു സാമാനങ്ങളും മറ്റും കൊടുത്ത് പിരിച്ചയച്ച ശേഷം അവിടെ അന്ന് താമസിച്ചു. അവർ പോയ ഉടനെ ഒരു ചൂരൽവള്ളി കൊണ്ടുവന്ന് ഞങ്ങൾ ദേവന്റെ മൂക്കിലിട്ട് നോക്കി. ഏതു മൂക്കിലൂടെ ഇട്ടാലും മറുവശത്തുള്ള ദ്വാരത്തിലൂടെ ചൂരൽ പ്രത്യക്ഷപ്പെടും. ദ്വാരത്തിന് 3/4 ഇഞ്ച് വലിപ്പം വരും. ദ്വാരങ്ങൾ തമ്മിൽ 1 ഇഞ്ചിന്റെ അകലമുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി എന്ന അത്ഭുതവും തോന്നി. നേരം വെളുത്തും പരീക്ഷണങ്ങൾ തുടങ്ങി. ഒരു ദ്വാരമുള്ള ഭാഗത്തു നിന്നും ചൂരലിട്ട് നോക്കി. ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ഇത് പുറത്തേക്ക് വരും. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇടിയും വെട്ടിയില്ല, മഴയും പെയ്തില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ അവിടെ നിന്നും പാൽക്കുളം മേട്ടിലേക്ക് പോയി. വെറുതെ തിരിച്ച് മൂക്കന്നാംപാറയുടെ തെക്ക് ഭാഗത്ത് വന്നു. അപ്പോൾ തൊടുപുഴക്കാരായിട്ടുള്ള കുറച്ച് നായാട്ടുകാരെ കണ്ടുമുട്ടി. അവർ 20 തോക്കുകാരുണ്ടായിരുന്നു. ചുമട്ടുകാരും അവർ തന്നെയാണ്. 2 or 4 ദിവസത്തേക്കുള്ള സാമാനങ്ങൾ അവർ കെട്ടാക്കി പുറത്തിട്ട് കൊണ്ട് നടക്കും. കിട്ടിയാലും ഇല്ലെങ്കിലും കാട്ടിൽ കൂടുതൽ നാൾ താമസിക്കില്ല. അവരുടെ കൂടെ ഞങ്ങളും കൂടി. അവർ പറഞ്ഞതനുസരിച്ച് പോത്ത് നിൽക്കുന്നുവെന്ന് കണ്ട മുടിക്ക് ചുറ്റും ഞങ്ങൾ വളഞ്ഞു നിന്നു. 2 പേർ പോത്തിന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ പോത്തുകൾ ചിതറി ഓടും. ആ സമയത്ത് പലർക്കും വെടിവെക്കുവാനായിട്ട് തരം കിട്ടും. ഇതായിരുന്നു പ്ലാൻ. ഞാനും ഒരു സ്ഥലത്ത് ചെന്ന് നിലയുറപ്പിച്ചു. അപ്പോഴവിടെയുണ്ട് ഒരു ഉഗ്രം കടുവ പോത്തിനെ പിടികൂടുവാനായിട്ട് ലാക്കും നോക്കിയിരിക്കുന്നു. കടുവ മുരണ്ടുകൊണ്ട് എൻ്റെ നേർക്കൊരു ചാട്ടം. ഞാൻ സ്തംഭിച്ചു പോയി. ആ കടുവ ചാടി കാട്ടിൽ മറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. അത്രയ്ക്കും വലിയൊരു കടുവയെ ഞാൻ കണ്ടിട്ടുമില്ല. അന്ന് ആർക്കും പോത്തിനെ വെടിവെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരു വൃശ്ചിക മാസമാണ്. ഞാനും വല്യേട്ടനും ഇസ്ഹാഖു കൊച്ചപ്പനും ചെറിയാൻ വക്കീലുമാണ് കമ്പനി. നിശ്ചിത ദിവസമായി വക്കീലിനെ കാണുന്നില്ല. അദ്ദേഹം ഒരു എഴുത്തുമായിട്ട് ഒരാളെ അയച്ചിരിക്കുകയാണ്. എഴുത്തിലെ വിവരം ഇതാണ്: ഞാൻ നായാട്ടിന് വരുന്നില്ല. കാരണം നായാട്ടിൻ്റെ കാര്യം ഞാനൊരു ജോത്സ്യനോട് പറഞ്ഞു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ദിവസം നായാട്ടിന് പറ്റിയതല്ല, അന്ന് മരണം പോലും സംഭവിക്കാനായിട്ട് ഇടയുണ്ടത്രേ. അതുകൊണ്ട് നിങ്ങളും പോകരുത്. ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. ജോത്സ്യൻ പറഞ്ഞതൊന്നും ഞങ്ങൾ കൂട്ടാക്കിയില്ല. ബസ്സിൽ കയറി നേരെ അടിമാലിയിൽ ചെന്നിറങ്ങി. അന്ന് അവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. ആന കയറാതെ അതിനു ചുറ്റും കിടങ്ങും താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നും തെക്കോട്ടിറങ്ങി. എന്നിട്ട് കണ്ടത്തിൽ കൂടി കിഴക്കോട്ട് നടന്നു. അന്ന് കണ്ടമല്ല, കാടും പുല്ലും മുറ്റി തഴച്ചു വളരുന്ന നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ നടുവിലൂടെ നല്ല ഒരു വഴിയുണ്ട്. കാട്ടുമൃഗങ്ങളുടെ, പ്രത്യേകിച്ചും ആനയുടെ സഞ്ചാരമാർഗമാണത്. ആ ഏലിയിലൂടെ 1 മൈലോളം ചെന്നു. അതിൻ്റെ അപ്പുറമുള്ളൊരു 100 അടി വഴി ഒരു തൊണ്ടു പോലെയാണ്. നിറയെ ചെളിയും. ചെളിയിലൂടെ വളരെ പ്രയാസപ്പെട്ട് വേണം പോകുവാനായിട്ട്. കാലും മുട്ടോളം പൊതിഞ്ഞു പോകും. ഞാനും കൊച്ചപ്പനും അപ്പുറത്ത് എത്തി. അടുത്ത് തെക്ക് വശത്തായിട്ടൊരു കൊമ്പനാന നിൽക്കുന്നു. പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് അതിൻ്റെ നിൽപ്പ്. ആന പടിഞ്ഞാറോട്ടേക്ക് ഓടിയാലോ? ഈ ചെളിത്തൊണ്ടിലൂടെയാണ് ആനയ്ക്കും പോകേണ്ടത്. മറ്റുള്ളവരാകട്ടെ ചെളിയിലൂടെ വരുന്നതേ ഉള്ളു താനും. ഒരു വശത്തേക്ക് മാറുവാനും നിവൃത്തിയില്ല. ഞങ്ങൾ വേഗം അവരോട് വരുവാനായിട്ട് കൈകാട്ടി വിളിച്ചു. തോക്ക് 2 തയ്യാറിന് പിടിച്ചിട്ടുണ്ട്.
ആന പടിഞ്ഞാറോട്ട് നടന്നാൽ 2 തോക്കിൽ നിന്നും ഒപ്പം വെടിതീരും. രണ്ടും 5-5 വീതം പൊട്ടുന്ന റിപ്പീറ്റിംഗ് റൈഫിളാണ്. കൂട്ടുകാർ എല്ലാവരും അടുത്തെത്തിയപ്പോഴാണ് ശ്വാസം നേരെയായത്. ഇതെല്ലാമായിട്ടും ആന പോകുന്നില്ല. തോക്ക് ചൂണ്ടിക്കൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കി. അപ്പോൾ ഒരു കൂസലും കാണിക്കാതെ അത് തിരിഞ്ഞ് പതുക്കെ തെക്കോട്ട് നടന്നുപോയി. രാജകീയമായിട്ടായിരുന്നു ആ നടത്തം. മനുഷ്യനെ കണ്ടാൽ ഭയമില്ലാത്ത ആനയെ വളരെ സൂക്ഷിക്കണം. മിക്കവാറും ആനകൾ മനുഷ്യ ശബ്ദം കേട്ടാൽ ഓടിപ്പോവും. ഞങ്ങൾ കുറെ കൂടെ പോയിട്ട് ഒരിടത്ത് കാപ്പി കുടിക്കുവാനായിട്ട് ഇരിക്കുകയാണ്. ആ കൊമ്പൻ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അതാ വരുന്നു. കുറെ പേർ മരത്തിൽ ഓടിക്കയറി. ഞാൻ താഴെ നിന്നു. ആന വളരെ അടുത്തേക്ക് വന്നു. ഇങ്ങോട്ട് വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആന തിരിഞ്ഞ് പുറകോട്ട് തന്നെ പോയി. ആ ഭാഗത്ത് മരങ്ങൾ വളരെ ചുരുക്കമാണ്. പുല്ല് പിടിച്ച് കണ്ടം പോലെ കിടക്കുകയാണ്. ആന നടന്ന് കാട്ടിൽ മറഞ്ഞു. ഞങ്ങൾ കാപ്പി കുടിയും കഴിഞ്ഞ് ഒളി കെട്ടുവാനായിട്ട് പോയി. ഞങ്ങൾ തോക്കുകാർക്ക് 3 ഒളി, ചുമട്ടുകാർക്ക് കിടക്കുവാനായിട്ട് അകലെയായിട്ട് ഒരെണ്ണവും, ഇങ്ങനെ 4 ഒളി കെട്ടി ഞങ്ങൾ ഒളിയിൽ ഇരിക്കുകയാണ്. നേരം സന്ധ്യയായി. അതാ കൊച്ചപ്പൻ്റെ ഒളിച്ചൂട്ടിൽ നിൽക്കുന്ന ഒരു കൊമ്പൻ. അവൻ ഒളി കെട്ടിയിരിക്കുന്ന മരത്തിൽ കുത്തി നോക്കി. പ്രയോജനമില്ല എന്ന് കണ്ടപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഇല്ലിത്തുറുവിന്മേൽ കുത്തുവാൻ തുടങ്ങി. ആ ഇല്ലിത്തുറു കുത്തിമറിച്ച് ഒളിയുടെ മേത്ത് വീഴിക്കുവാനാണ് അവൻ്റെ ശ്രമം. ഇല്ലി ഒളിയിന്മേൽ വീണാൽ കൊച്ചപ്പൻ്റെ കാര്യം അപകടത്തിലുമാവും. അടുത്തായിട്ട് ഒളിയിൽ ഇരിക്കുന്ന എനിക്ക് ആനയുടെ ഈ പരാക്രമം നല്ലതുപോലെ കാണാം. ഞാൻ ആനയുടെ കൈക്ക് നോക്കിയിട്ട് ഒറ്റ വെടി കൊടുത്തു. അത് ഒരു കൈയും മേക്കി കുത്തി പോവുകയും ചെയ്തു. വെടിയൊച്ച കേട്ടതുകൊണ്ടായിരിക്കണം പിന്നെ പോത്ത് ആ ഭാഗത്തേക്ക് വന്നില്ല. നേരം പാതിരാവായി. ഞാനിരിക്കുന്ന മരത്തിൻ്റെ അടുത്ത് ആ കൊമ്പൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ചുറ്റുമുള്ള മരം കുത്തിമറിച്ചിട്ടുകൊണ്ട് നിലവിളിയും തുടങ്ങി. എൻ്റെ മണം അവന് കെട്ടിയിരിക്കുന്നു. ദേഷ്യം മൂത്തിട്ടാണ് ഈ ബഹളവും കൊലവിളിയും. എങ്കിലും എൻ്റെ ഒളി മരത്തിന്മേൽ കുത്തുവാനായിട്ട് വന്നില്ല. നേരം വെളുക്കുവാറായപ്പോഴാണ് അവൻ പോയത്. പിറ്റേന്ന് തെക്ക് വശമുള്ള മുടിമുകളിലുള്ള അളയിലെത്തി അരി വെച്ച് ഊണ് കഴിച്ചു. ചുമട്ടുകാർ അളയിൽ താമസിച്ചു. ഞങ്ങൾ ഒളി കെട്ടിയിരുന്നു. രാത്രി മുഴുവനും തോരാത്ത മഴ. നനഞ്ഞു കുളിച്ച് വിഷമിച്ചു. നേരം വെളുത്തപ്പോൾ അളയിലും എത്തി. അതോടെ പകലും രാത്രിയും തോരാത്ത മഴയും തുടങ്ങി. അളയിൽ ഇരുന്നിരുന്ന് വിഷമിക്കുമ്പോൾ കുടയും ചൂടി പാറപ്പുറത്തുകൂടി കുറേ നേരം നടക്കും. വീണ്ടും അളയിൽ പോയിരിക്കും. ഇങ്ങനെ 3 ദിവസം ഒളിയിൽ പോകാതെ അളയിൽ തന്നെ കഴിച്ചുകൂട്ടി. 6-ാം ദിവസമാണ് മഴ അല്പം ഒന്ന് ശമിച്ചത്. എങ്കിലും ഒളിയിൽ പോകുവാനായിട്ട് നിവൃത്തിയില്ലായിരുന്നു. 7-ാം ദിവസം രാവിലെ മുടിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു കൂട്ടം പോത്ത് നിൽക്കുന്നത് കണ്ടു. അത് വരയാടും മുടിയാണ്. ഇവിടെ നിന്നും ഏകദേശം 1.5 മൈൽ ദൂരം വരും. കിഴക്ക് ഭാഗത്തുകൂടിയാണ് പോത്ത് മുടി മുകളിൽ കയറുന്നത്. അതുവഴിക്ക് വേണം ഇറങ്ങി പോകുവാനും. വേറെ മാർഗവുമില്ല. ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഞാനും കൊച്ചപ്പനും പോത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വല്യേട്ടൻ വന്നില്ല. ചേട്ടൻ്റേത് നാടൻ തോക്കാണ്. ആ സമയത്ത് മഴ കുറേശ്ശെ ചാറുന്നുമുണ്ട്. മഴയുള്ളപ്പോൾ നാടൻ തോക്കിൽ വെടി പൊട്ടിയില്ല എന്ന് വരും. ഞങ്ങൾ ചെന്നപ്പോഴാവട്ടെ പോത്തുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ആ ഭാഗമാകട്ടെ ഒരു പടിവാതിൽ പോലെയുമാണ്. ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയിരുന്നുവെങ്കിൽ അടുത്ത് നിന്നുകൊണ്ട് തോട്ട തീരും വരെ വെടിവെക്കാമായിരുന്നു. ആ ലാക്കാണ് തെറ്റിപ്പോയത്. പോത്തുകൾ ഇപ്പോൾ ഒരു ഫർലോങ് അകലത്തിലുമാണ്. ഇനിയും അടുത്തേക്ക് ചെല്ലുവാനായിട്ട് വയ്യ. കാരണം മറവില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ 2 പേരും ഒപ്പം നിറയൊഴിച്ചു. എല്ലാം കൂടി മലഞ്ചെരുവിലേക്ക് ഒരു ഓട്ടവും വെച്ചു കൊടുത്തു. ഒന്നും കാണുവാനും വയ്യാതായി. അവിടെയാകെ പാറയും പുല്ലുമാണ്. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കി. കുറേ നേരത്തേക്ക് ഒരു ഭൂമികുലുക്കം ഉണ്ടായതുപോലെയാണ് തോന്നിയത്. പാറ വിറയ്ക്കുന്നുണ്ടോ എന്നുവരെ തോന്നിപ്പോയി. പാറ പൊടിഞ്ഞ് പൊടി ഉയരുന്നുണ്ട്. അവയാകട്ടെ ചിരിവും കഴിഞ്ഞ് ഒരു കയറ്റത്തിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ ഞങ്ങളും പോത്തുകളും തമ്മിലുള്ള ദൂരം 2 ഫർലോങ് വരും. വെടി കൊണ്ടാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. എന്തായാലും ഞങ്ങൾ വെടിവെച്ചു തുടങ്ങി. 2 തോക്കിലെയും തോട്ടാ തീർന്നു. വീണ്ടും 5 തോട്ടാ വീതം തോക്കിലാക്കിക്കൊണ്ട് ചോട്ടാലെ പോയി. തെളിഞ്ഞ സ്ഥലമായതുകൊണ്ട് നല്ല അകലത്തിൽ കാണാം. അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോൾ ഒരു കഷ്ണം ഇറച്ചി കിടക്കുന്നു. എല്ലും ഇറച്ചിയും കൂടി 1/2 തുലാം വരും. അതെടുത്ത് ഇലയിൽ പൊതിഞ്ഞു പിടിച്ചു. പിന്നെയും നോക്കി. ഒന്നും മറിഞ്ഞു വീണിട്ടില്ല. അടയാളമുണ്ട്. പക്ഷെ ഇനിയും മുൻപോട്ട് പോകുവാനായിട്ട് മടിച്ചു. കാരണം നല്ല പൊക്കത്തിൽ വളരുന്ന പോതപ്പുല്ലിലൂടെയാണ് പോകേണ്ടത്. പണ്ടിങ്ങനെ ചോട്ടാലെ നോക്കിപ്പോയപ്പോൾ പോത്തന്നെ വെട്ടിത്തെറിപ്പിച്ച കാര്യവും ഓർത്തു. അളയിലേക്ക് തിരിച്ചു നടന്നു. കിട്ടിയ ഇറച്ചിയും കാളി വാഴയ്ക്കയും കൂട്ടി ഒരു കറിയും വെച്ചു. കറിക്ക് മാംസത്തിൻ്റെ ഒരു ചുവ ഉണ്ടായിരുന്നുവെന്ന് മാത്രം. ഇങ്ങനെ ഓടിപ്പോയ പോത്തിൻ്റെ മാംസം കറി വെച്ച് കൂട്ടുവാനും ഒരവസരമൊത്തു. ഈ എല്ലും ഇറച്ചിയും എങ്ങനെ താഴെ ചാടി? മേൻപോത്തിൽ അടുത്തടുത്ത് 2 വെടി കൊണ്ട് കാണണം. ഇതിനെ ഉമ്മൽ എന്നും ഉപ്പ എന്നും പൂഞ്ഞ എന്നും വിളിക്കാറുണ്ട്. വെടിയേറ്റപ്പോൾ ഇടയ്ക്കുള്ള എല്ല് മുറിഞ്ഞ് അത് താഴെ ചാടിയതായിരിക്കണം. വാരിയെല്ല് പോലെ തണ്ടലിൽ നിന്നും മേലോട്ട് ഒരു എല്ല് മാംസത്തിനകത്ത് ഉയർന്നു നിൽപ്പുണ്ട്. അതാണെന്ന് പരിശോധനയിൽ മനസ്സിലായി. മറ്റുള്ള ഏതു ഭാഗത്തെ ആണെങ്കിലും പോത്തങ്ങനെ രക്ഷപ്പെട്ടു പോകുവാനായിട്ട് വഴിയില്ല. അതോടെ ഞങ്ങൾ നായാട്ടും മതിയാക്കി മഴയും നനഞ്ഞുകൊണ്ട് പോതപ്പുല്ലിക്കൂടി വരികയാണ്. റൈഫിൾ 2 ഉള്ളത് കൊണ്ട് മഴയാണെങ്കിലും ഭയമില്ല. അങ്ങനെ കുറെ ദൂരം പോന്നപ്പോൾ ചുമട്ടുകാരിൽ ഒരാൾ ദേ കരടി എന്ന് പറഞ്ഞു. ഞങ്ങൾ തോക്കുകാർ മുൻപിലായിരുന്നു. പുറകിലേക്ക് ഓടി വന്ന് തോക്ക് 2 നീട്ടി. ഞങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കരടിയെ കണ്ടാലുടൻ വെടിയും തീരും.
കുറെ നേരം നിന്നു. ഒന്നും കണ്ടില്ല. ഒരു കരിങ്കുരങ്ങ മരത്തിന്റെ മുകളിലേക്ക് കയറുന്നത് കണ്ടു. അതിനെ കണ്ടിട്ട് കരടിയാണെന്ന് തോന്നിയതായിരിക്കണം. എന്തായാലും പിന്നെ അപകടമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ റോഡിലേക്ക് കയറി. എന്നിട്ട് ബസ് പിടിച്ച് വീട്ടിലെത്തുകയും ചെയ്തു. പലപ്പോഴും ഇതുപോലെ ഒന്നും കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അപകടം നിരവധി ഉണ്ടായി. പലതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ചത്തു കിടന്ന് വെടിവെച്ചിട്ട് ഒന്നിനെയും കിട്ടിയുമില്ല. മഴ നനഞ്ഞ് നനഞ്ഞ് കുഴഞ്ഞുപോയി. ഇതെല്ലാം ഓർത്തപ്പോൾ ജ്യോത്സ്യം പറഞ്ഞത് കുറേയെല്ലാം ശരിയാണല്ലോ എന്നും തോന്നി. എനിക്ക് ജ്യോത്സ്യത്തിൽ വലിയ വിശ്വാസമില്ല. എങ്കിലും ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നപ്പോൾ അല്പം വിശ്വാസം തോന്നിപ്പോയി. മനുഷ്യർക്ക് വരും കാര്യങ്ങളെക്കുറിച്ച് തീർച്ച പറയുവാൻ കഴിയുമോ? ലോകാവസാനത്തെക്കുറിച്ച് ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ആ സമയം പിതാവിനല്ലാതെ പുത്രനും ദൂതന്മാർക്കും അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പല സ്ഥലത്തും ക്രിസ്തു പറഞ്ഞിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ക്രിസ്തുവിന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ദൈവത്തെ പോലെ മനുഷ്യനെല്ലാം മനസ്സിലാക്കേണ്ട ആവശ്യമില്ലെന്നാണല്ലോ. ബൈബിളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് അത് നിങ്ങൾക്കുള്ളതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാവി കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുവാനായിട്ട് മനുഷ്യന് കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. ഒരിക്കൽ മാമല അടവിയിൽ നിന്നും ഒരു കൊമ്പനെയും തട്ടി അവന്റെ കൊമ്പുകളും വെട്ടിയെടുത്തുകൊണ്ട് അതിവേഗം തെക്കോട്ട്, അതായത് 6-ാം മൈലിലേക്ക് യാത്ര ചെയ്യുകയാണ്. കൊമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് ഒരു നിമിഷവും നിൽക്കാറില്ല. കാരണം മലക്കുടികൾ, അതായത് ഗിരിവർഗ്ഗക്കാർ ഇല്ലാത്ത കാടുകളില്ല. വെടിയുടെ ശബ്ദം കേട്ട് അവർ സ്ഥലത്ത് വന്നുവെന്ന് വരും. വന്ന് കണ്ടാൽ കാര്യം കുഴപ്പമാവും. അതുകൊണ്ട് തിടുക്കത്തിൽ തെക്കേ മുടിയിലേക്ക് കയറി. അതിഭയങ്കരമായിട്ടുള്ളൊരു കാടാണ്. ഒരു നേരിയ വഴിച്ചാലുണ്ടെന്ന് മാത്രം. കുറെ അങ്ങ് പോന്നപ്പോൾ ആനയെ വെടിവെച്ച സ്ഥലത്തിന്റെ അടുത്താണെന്ന് തോന്നുന്നു. ഒരു വിളിയുടെ ശബ്ദം കേട്ടു. മലക്കുടികളാണെന്ന് കരുതി നടപ്പിന്റെ വേഗം കൂട്ടി. അങ്ങനെ ഒരു മൈൽ കൂടി ചെന്നപ്പോൾ മുൻഭാഗത്തു നിന്നും ഒരു വലിയ ശബ്ദം. എന്തിൻ്റെയാണെന്ന് വ്യക്തമായില്ല. ആനയുടെ ശബ്ദം പോലെയാണ് തോന്നിയത്. ഭയപ്പെട്ട് ശ്രദ്ധയോടെ മുൻപോട്ട് നടന്നു. അതാ 2 കരടികൾ. അവ ഇണ ചേരുകയാണ്. ഞാൻ കരടിയെ കണ്ടപ്പോഴേക്കും കരടി എന്നെയും കണ്ടു. അവ നിൽക്കുന്നത് അത്ര അടുത്തുമല്ല. വെടിവെച്ചാൽ മലക്കുടികൾ കേട്ടു വന്നെങ്കിലോ എന്നൊരു ഭയം. അപ്പോഴേക്കും രണ്ടും കൂടി ഞങ്ങളുടെ നേർക്ക് നടന്നെടുക്കുകയാണ്. അതും അതിവേഗത്തിൽ. അവറ്റകൾ ഞങ്ങളെ എല്ലാവരും കൊല്ലുമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. പിന്നത്തെ കാര്യമൊന്നും ഓർമ്മയില്ല. എത്ര വെടിവെച്ചു ഒന്നും ഓർമ്മയില്ല. ഒരെണ്ണമുണ്ട് കൈ രണ്ടും പൊക്കിപ്പിടിച്ച് വായും പൊളിച്ച് അലറിക്കൊണ്ട് മനുഷ്യനെ പോലെ നടന്നു വരുന്നു. അതും മറിഞ്ഞു വീണു. കിടക്കുന്ന കിടപ്പിൽ ഒരു വെടി കൂടി വെച്ചു. പൊട്ടിയില്ല. അപ്പോഴാണ് തോട്ട 5 തീർന്നു എന്നറിഞ്ഞത്. കരടി അപ്പോഴേക്കും ചത്തത് ഞങ്ങളുടെ ഭാഗ്യം. തോട്ട ഇല്ലാത്തത് കൊണ്ടല്ല, അത് കെട്ടിലിരിക്കുകയാണ്. കെട്ടഴിച്ചെടുത്ത് വേണം തോക്കിൽ നിറയ്ക്കുവാനായിട്ട്. അപ്പോഴേക്കും എന്തു സംഭവിക്കാം. തോക്കിൽ വീണ്ടും ഒരു 5 തോട്ടയും നിറച്ച് കരടി കിടക്കുന്നിടത്തേക്ക് ചെന്നു. ഒരെണ്ണം അടുത്തും മറ്റേത് കുറെ അകലെയുമാണ് കിടക്കുന്നത്. ചുമട്ടുകാരും ഞാനും വല്ലാതെ ഭയന്നു പോയി. ഒരെണ്ണമാണെങ്കിൽ എന്തുമാകട്ടെ, എങ്ങനെയെങ്കിലും നേരിടാം. ഇതിപ്പോൾ എണ്ണം 2 ആണ്. ആദ്യമായിട്ടൊന്നുമല്ല കരടിയെ വെടിവെക്കുന്നത്. ഇതിനു മുൻപ് 2 തവണ കരടിയെ വെടിവെച്ചിട്ടുമുണ്ട്. 2 തവണയും കിട്ടിയിട്ടുമില്ല. തലക്കോടിന് തെക്ക് വശത്തുള്ള മുടിയുടെ തെക്കേ ഭാഗത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആലി വീണ കുത്ത എന്നാണ് ഇതിന്റെ പേര്. ആലി എന്നൊരാൾ ആ കുത്തിൽ വീണ് മരിച്ചിട്ടുണ്ടത്രേ. അവിടെ വെച്ചാണ് ഒരു തവണ കരടിയെ നേരിടേണ്ടി വന്നത്. മുടിയിൽ വരയാട് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാനും പുത്തൻ പറമ്പിൽ വർഗീസും പതുങ്ങി പതുങ്ങി ചെന്ന് ഒരു തുരുത്തിന് മറഞ്ഞു നിൽക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലം തെളിഞ്ഞ പാറയാണ്. തുരുത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും വിസ്തൃതമായ ഒരു വലിയ പാറ. അതിന്റെ നടുവിലായിട്ട് പുല്ലും കാടും പിടിച്ചു കിടക്കുന്ന കുറച്ച് സ്ഥലം. ഈ തുരുത്തിന്റെ അടുത്ത് കിഴക്ക് വശത്താണ് ആട്ടുംകൂട്ടം കിടക്കുന്നത്. ആദ്യം തുരുത്തിന്റെ ഉള്ളിലേക്ക് കയറിയത് ഗീവർഗീസാണ്. ഞാൻ അല്പം അകലെയായിരുന്നു. പെട്ടെന്ന് തുരുത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു വെടിയങ്ങ് പൊട്ടി. ഓടി വാ കരടി എന്ന് വിളിച്ചു കൂവലും കേട്ടു. ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും ചെരിഞ്ഞ മുടിയിറമ്പിൽ കൂടി കരടി ഓടി പോവുകയാണ്. അപ്പോഴേക്കും അത് 1.5 ഫർലോങ് അകലത്തിലെത്തിയിരുന്നു. ആ ഓട്ടത്തിൽ പുറകിൽ നിന്നും 5 വെടിയുമെന്ന് വെച്ചു. പക്ഷെ ഒരൊറ്റ വെടി പോലും കരടിയെ തൊട്ടില്ല. തൊട്ടു പിന്നാലെ കുറച്ചിട ചെന്ന് നോക്കി. അടയാളമൊന്നും കാണുന്നുമില്ല. ഭയം കൊണ്ട് മുൻപോട്ട് പോയുമില്ല. കരടി ചത്തില്ലെങ്കിൽ ആ പുറകെ പോക്ക് അപകടമുണ്ടാക്കും. എന്തിനധികം പറയുന്നു, തോട്ട തീർത്തത് മിച്ചം. കരടിയെ കിട്ടിയുമില്ല. ആടുകൾ ഓടി മറയുകയും ചെയ്തു. ഒരു ദിവസം രാവിലെ വലിയ മറ്റത്തിലെ അളിയൻ കുഞ്ഞിക്കുരുവിളയും ടിയാന്റെ അനുജൻ കുഞ്ഞവരായും 3 ചുമട്ടുകാരും കൂടി വീട്ടിൽ വന്ന് നായാട്ടിന് പോകണമെന്ന് പറഞ്ഞു. ഞാനൊരു ചുമട്ടുകാരനെയും കൂട്ടി അവരുടെ ഒപ്പം തിരിച്ചു. പള്ളത്തെ കുഞ്ഞിക്കോര കൊച്ചപ്പനും ഞങ്ങളുടെ കൂടെ കൂടി. ഊന്നുകല്ല് വഴി വടക്കോട്ട് നടന്ന് ആവോലിച്ചാല് വഴി പെരിയാർ തരണം ചെയ്തു. അന്ന് പോത്തുപാറ അളയിൽ താമസിച്ചു. പോത്തുപാറ ഊറിൽ അടുത്തെങ്ങും പോത്തു വന്ന ലക്ഷണം കണ്ടില്ല. വടക്ക് ചൊൽത്തണ്ടായ മുടിയാണ്. അതിന്റെ നിരപ്പിലെത്തി. പല ഒളികളും കെട്ടിയിരിപ്പായി. ഇവിടേക്ക് അധികവും മ്ലാവുകളാണ് വരാറ്. പോത്തും ചിലപ്പോൾ വരാറുണ്ട്. ഞങ്ങൾ ഒളിയിലും ചുമട്ടുകാർ നേർമുഖത്ത് അളയിലുമാണ് രാത്രി കഴിച്ചു കൂട്ടിയത്. അന്നൊരു മൃഗവും വന്നില്ല. എല്ലാവരും കൂടി രാവിലെ നേർമുഖത്തേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് തലേ രാത്രി പോത്ത് ചവിട്ടിയ പാട് കണ്ടതായിട്ട് ആരോ പറഞ്ഞു. കാപ്പികുടിയും കഴിഞ്ഞ് ചോട് കണ്ട സ്ഥലത്തേക്ക് എല്ലാവരും എത്തി. സ്ഥല പരിശോധന നടത്തി. ശരിയാണ്, കൂട്ടപ്പോത്താണ്. ചൊൽത്തണ്ടായത്തിന്റെ മുകളിലുള്ള നിരപ്പാണ് സ്ഥലം.
എല്ലാവരും കൂടി നോട്ടവും തുടങ്ങി. ഇതിനോടകം പോത്തുകൾ ഞങ്ങളെ കണ്ടു. അവ ഓടി. ഒരു ഭൂമി കുലുക്കം പോലെ തോന്നി. ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തലമുന്നം ഓടിക്കൂടുവാനും കഴിഞ്ഞില്ല. അവയെല്ലാം കൂടി ഇപ്പോൾ വടക്കേ ചെരുവിലൂടെ ക്നാച്ചാരി അടവിയിലെത്തി കാണണം. അവയുടെ പിറകെ ഓടിയെത്തുവാനായിട്ട് മനുഷ്യർക്ക് കഴിയില്ല. അത്രയ്ക്ക് വേഗമാണ്. ആനയ്ക്ക് പൊതുവെ വേഗം കുറവാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നായാട്ടുകാർ ഈ മൃഗങ്ങളുടെ മുൻപിൽ ഓടിയെത്താറുമുണ്ട്. കാരണം മൃഗങ്ങൾ അവയുടെ വഴിയിലൂടെ ഓടൂ. മനുഷ്യർ കുറുക്കു വഴിയിലൂടെ ചിലപ്പോൾ മുൻപിലെത്തി അവയെ വെടിവെയ്ക്കും. ഞങ്ങൾ നിരാശരായിട്ട് മടങ്ങി. നേർമുഖ തളയുടെ നേരെ നടന്നു. വർത്തമാനവും പറഞ്ഞാണ് നടപ്പ്. വെടിവെച്ചാലും വെച്ചില്ലെങ്കിലും നായാട്ടുകാർ വെടി പറയുന്നതിൽ ബഹുകേമന്മാരാണ്. ഇങ്ങനെയായിരിക്കും ഒരാളുടെ സംസാരം. ഞാനൊരു വിളിച്ചു നായാട്ടിന് പോയി. കാടിൻ്റെ തലമുന്നം പോയിട്ട് നിന്നു. തലവിളി കേട്ടപ്പോൾ, അതായത് കാടിന് ചുറ്റും തോക്കുകാർ നിന്നതിന് ശേഷം തെരച്ചിലുകാർ പ്രധാന വെടിക്കാരെ പേര് ചേർത്ത് കുറെ തെറിയും പറഞ്ഞ് കാടിൻ്റെ ഉള്ളിലേക്ക് കോലാഹലത്തോടെ കയറും. ഇതിനാണ് തലവിളി എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു കൊമ്പൻ മ്ലാവ് എൻ്റെ അടുക്കിലേക്ക് കുത്തിയിടിച്ച് കയറി ഇങ്ങ് വന്നു. അടുത്തിങ്ങ് വന്നപ്പോൾ അവൻ്റെ തിരുനെറ്റിക്ക് തോക്കങ്ങ് നീട്ടി. അരിമ്പങ്ങ് പതിഞ്ഞപ്പോൾ കള്ളം കാച്ചി എന്ന് വെച്ചാൽ കാഞ്ചിക്കെട്ടൊരു തട്ട് കെട്ടി. വെടിയോ ഒട്ട് പൊട്ടിയുമില്ല. പൊട്ടിയിരുന്നുവെങ്കിലോ അവൻ 2 കഷ്ണമായി പോയേനെ. ഇങ്ങനത്തെ ഉണ്ടയില്ല വെടികളും പൊട്ടിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിയരികിൽ കിടക്കുന്നു ഒരു കടമാമ്പോത്തിന്റെ കിടാവ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു വള്ളി കൊണ്ടുവന്ന് കഴുത്തിൽ ഒരു കെട്ട് കെട്ടാമെന്ന്. അത് അപകടമാവും. കിടാവ് പെട്ടെന്ന് ചാടിയെന്ന് വരും. അപ്പോൾ കെട്ടുമുറുകും, ചത്തുപോയെന്നും വരും. അതുകൊണ്ട് വെടിവെച്ച് ഇറച്ചിയാക്കാമെന്നായി മറ്റൊരാൾ. അഭിപ്രായങ്ങൾ പലതായി. അവസാനം ഇങ്ങനെ തീരുമാനിച്ചു. എല്ലാവരും കിടാവിൻ്റെ അടുത്ത് ചുറ്റും ഇരിക്കുക. ഒരാൾ കിടാവിൻ്റെ കഴുത്തിന് വട്ടം പിടിക്കുക. അപ്പോഴത് ചാടി എഴുന്നേൽക്കും. ആ സമയത്ത് ചുറ്റുമിരിക്കുന്നവർ 4 കാലിലും ചാടി പിടിക്കുക. എല്ലാവരും തോക്ക് അകലെ വെച്ചു. ഗുസ്തിക്കാർ ഗുസ്തിക്ക് കൈ കൊടുത്തിട്ട് പരസ്പരം നേരിടുവാനായിട്ട് വരുന്ന മട്ടിൽ അടിവെച്ച് നടന്നു. ഞങ്ങളിൽ ഏറ്റവും ശക്തനാണ് കുഞ്ഞിക്കോര കൊച്ചപ്പൻ. 2ാം സ്ഥാനമുണ്ട് വല്യമുറ്റത്തെ സഹോദരന്മാർക്ക്. മറ്റുള്ളവർക്ക് 3ാം സ്ഥാനമേ ഉള്ളൂ. കൊച്ചപ്പൻ കഴുത്തിലും അളിയനും കുഞ്ഞവരായും കാലിലും ഞാനും ഒരു കൂട്ടുകാരനും കൂടി കൈകളിലും. ഇങ്ങനെ ശക്തിയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പിടിച്ചുകൊള്ളണം. ഇതായിരുന്നു ഏർപ്പാട്. ഞങ്ങൾ പോത്തുകിടാവിൻ്റെ അടുത്തായിട്ട് ചുറ്റുമായിട്ട് കുന്തിക്കാലി ഇരിക്കുകയാണ്. അത് കണ്ണു മിഴിച്ച് 4 പാടും നോക്കുന്നുണ്ട്. കണ്ണ് തെളിഞ്ഞിട്ടില്ല. ഉണ്ടായിട്ട് 7 ദിവസം കഴിയും വരെ കണ്ണിന് കാഴ്ചയില്ല. ഇത് നാടൻ പോത്തുകളിലും കണ്ടിട്ടുമുണ്ട്. കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അത് തള്ളയുടെ മുൻപേ തന്നെ ചാടി ഓടിപ്പോയേനെ. നാടൻ പോത്തുകൾ കുഞ്ഞിന്റെ കണ്ണ് തെളിയും വരെ ഒളിപ്പിച്ച് കിടത്തുന്നൊരു പതിവുണ്ട്. തള്ള വന്ന് നക്കും. അത് എഴുന്നേറ്റ് മുല കുടിക്കും. ഈ സംഗതി ഞങ്ങൾക്കും അറിയാം. ചുരുക്കത്തിൽ പോത്തുകിടാവ് തള്ള വരാതെ എഴുന്നേൽക്കില്ല. എല്ലാവരും തയ്യാറെടുത്തു. കൊച്ചപ്പൻ ചാടി കഴുത്തിന് പിടിച്ചു. അത് ചാടി ഒരു എഴുന്നേൽപ്പ്. ചുറ്റുമുണ്ടായിരുന്നവർ കാലിലും കയ്യിലും പിടിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ പിടുത്തക്കാരെല്ലാവരും മലർന്നു കിടന്ന് പിടയുകയാണ്. ചാടിച്ചൊന്ന് തോക്ക് കൈക്കലാക്കി. അത്ര തന്നെ. ക്രാവ് പോയ വഴിക്ക് കുറെ പൊടി പൊങ്ങുന്നുണ്ട്. അതിൻ്റെ പൊടി പോലും കണ്ടില്ല. എങ്കിലും ആ പൊടി പടലത്തിൻ്റെ പുറകെ എല്ലാവരും ഒന്ന് ഓടി നോക്കാതെയും ഇരുന്നില്ല. അവസാനം എല്ലാവരും മടങ്ങി. പരിക്ക് പറ്റാത്തവർ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒടിച്ചിലോ ഞെരിവോ വലിയ മുറിവോ ഒന്നും പറ്റിയില്ലെന്ന് മാത്രം. കണ്ടപ്പോൾ തന്നെ വെടിവെച്ച് ഇറച്ചിയാക്കിയിരുന്നുവെങ്കിൽ എന്നുവരെ തോന്നി. ഇനിയിപ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ട് എന്താണ് പ്രയോജനം? വെടിവെക്കാമെന്ന് ആദ്യം പറഞ്ഞയാൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി. ഒരു 4 തുലാം വന്നേനെ എന്ന് എല്ലാവരും പറഞ്ഞു. അത് വളരട്ടെ. വളർന്നു വലുതാകുമ്പോൾ നമുക്ക് തന്നെ അതിനെ വെടിവെച്ചെടുക്കാം. അങ്ങനെ സമാധാനപ്പെട്ടു. അല്ലാതെ എന്തു ചെയ്യുവാനാണ്? അനീതിക്കും നീതിക്കും എപ്പോഴും 2 വശങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ് കാട്ടാനകൾ. അവയെ വെടിവെച്ചു കൊന്ന് കൊമ്പെടുത്ത് വിറ്റ് പണം ഉണ്ടാക്കുക എന്നത് അനീതിയാണ്. എന്നാൽ അതിൻ്റെ മറുവശം കൂടി പറയണം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 പ്രദേശങ്ങൾ ചേർന്നാണ് കേരള സംസ്ഥാനം ഉടലെടുത്തത്. ഇത് എല്ലാവർക്കും അറിയാം. തിരുവിതാംകൂറിലെ ആനകൾ കൊച്ചി, മലബാർ, മൈസൂർ വനങ്ങളിലേക്കും അവ തിരിച്ചും ഗതാഗതം ചെയ്യുക സാധാരണയാണ്. പരേതനായ ഇലഞ്ഞിക്കൽ ശ്രീ തരീത് കുഞ്ഞിത്തൊമ്മൻ ശ്രീമൂലം പ്രജാസഭയിൽ ഒരിക്കൽ പ്രസ്തുത സംഗതിയെപ്പറ്റി പ്രതിപാദിക്കുകയും മറ്റ് മെമ്പർമാർ അത് ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവിതാംകൂർ വനത്തിൽ നിന്നും ഒരു ആനയെ ഒരാൾ വെടിവെച്ച് കൊന്നാൽ ആ ആന തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ആണെന്ന് പറയുന്നത് മുഴുവനും ശരിയല്ല എന്ന് വരും. ഇനി ശരിയാണെന്ന് സമ്മതിച്ചാൽ തന്നെയും ഉപദ്രവകാരികളായിട്ടുള്ള കാട്ടാനകളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കേണ്ട ചുമതല ഗവൺമെന്റിനില്ലേ? അങ്ങനെ സംരക്ഷിച്ചില്ലെങ്കിൽ അതൊരു അനീതിയല്ലേ? ഗിരിവർഗക്കാരുടെ വിരിപ്പ് കൃഷികളും നാട്ടുകാരുടെ മലമ്പ്രദേശത്തുള്ള കൃഷികളും നഷ്ടപ്പെടുത്തുന്നതിൽ ഈ ഉപദ്രവകാരികളായിട്ടുള്ള കൊമ്പനാനകൾക്ക് ഒരു നല്ല പങ്കുണ്ട്. ഈ വയസ്സൻ കൊമ്പന്മാർ ഗവൺമെന്റ് വക ആനക്കുഴിയിൽ വീണാലും പ്രായ കൂടുതൽ നിമിത്തം അവയെ കുഴിയിൽ നിന്നും കയറ്റി വനമധ്യത്തിലേക്ക് തുറന്നു വിടുകയാണ് പതിവ്. ശൃംഗാര ലഹരി മൂത്ത യുവഗജങ്ങൾ വൃത്തഗജങ്ങളെ കുത്തി ഓടിച്ചു വിടാറുമുണ്ട്. അങ്ങനെ ആനക്കൂട്ടത്തിൽ നിന്നും തുരത്തപ്പെട്ട ഉപദ്രവകാരികളായിട്ടുള്ള കൊലകൊമ്പന്മാരെയാണ് സാധാരണയായിട്ട് കൊന്നു കൊമ്പെടുക്കാറ്. വയസ്സ് ചൊന്ന താനെ ചാകുന്ന ആനകളുടെ കൊമ്പുകൾ കാട്ടിൽ ധാരാളമുള്ള മുള്ളൻ പന്നി അങ്ങനെ തുടങ്ങിയ ചെറിയ ജന്തുക്കൾ കരണ്ട് മിക്കവാറും നഷ്ടപ്പെടുത്തും. വെറുതെ അത് നശിച്ചു പോവും. അങ്ങനെ നോക്കിയാൽ കാളയുടെ കടിയും മാറി കവളങ്കാളി പക്ഷിയുടെ വിശപ്പ് മാറി എന്ന പഴഞ്ചൊല്ല് ഈ ആന വെടിയെയും നീതീകരിക്കുന്നില്ലേ? TM മിട്ടന്റെ കഥകൾ ഇതോടെ തീരുകയാണ്.
അദ്ദേഹം വേറെ പുസ്തകമൊന്നും എഴുതിയിട്ടുമില്ല. ഇതിനു മുൻപ് ചെയ്ത എപ്പിസോഡുകളുടെ ലിങ്ക് കീഴെ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.